ഹായ് ഫ്രണ്ട്സ്, ഫാമിലിയെ കുറിച്ച് കേട്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഫുൾ ഫോം ഇങ്ങനെയാണ്: ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു. ഇന്ന് നമ്മളൊരു ലോങ് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. കുഞ്ഞാവമാരുണ്ടാവാൻ ലേറ്റായ കുറേ ബൈബിൾ ഹോംസിലേക്കാണ്. ഇൻട്രസ്റ്റെല്ല മൂഡില് ബൈബിൾ എടുത്ത് കാലവും ദേശവും കടന്നു പോകാൻ റെഡി ആയിക്കോ. ഫസ്റ്റ് സ്പോട്ട് കുറെ പണ്ടങ്ങ് ഹെബ്രോണിലാണേ, BC 2020. ഉൽപ്പത്തി 17 അധ്യായം 17 വാക്യവും 18 അധ്യായം 12 വാക്യവും. അബ്രാപ്പച്ചനും സാറാമ്മച്ചിയും ഇൻ ലേറ്റ് 90s ചിരിയാണ്. പക്ഷെ ദൈവം കൊടുത്ത ഗിഫ്റ്റ് ഒരു ബമ്പർ ചിരിയായ ഇസഹാക്കിനെ. സെക്കൻഡ് സ്പോട്ട് കണ്ടിന്യൂഷൻ ആണേ. ഇസഹാക്കി ചായൻ റെബേക്കയെ ലേറ്റ് ആയിട്ടാണ് കെട്ടുന്നത്. ഉൽപ്പത്തി 25 അധ്യായം 20 മുതൽ 21 വരെയുള്ള വാക്യം. പക്ഷെ ദൈവം ഗിഫ്റ്റ് കൊടുത്തത് ട്വിൻസിനെ, യാക്കോബും ഏസാവും. തേർഡ് സ്പോട്ട് കണ്ടിന്യൂഷൻ തന്നെ. യാക്കോബിന്റെയും റാഹേലിന്റെയും അവസ്ഥ ഒത്തിരി ആയിട്ടും കുഞ്ഞാവ ഉണ്ടാവുന്നില്ലെന്നായിരുന്നു. ഉൽപ്പത്തി 29 അധ്യായം 31 വാക്യം. ലേറ്റ് ആയാലെന്താ, ദൈവം കൊടുത്ത ഗിഫ്റ്റ് അവരെയൊക്കെ ദുരന്തത്തിൽ നിന്നും രക്ഷിക്കേണ്ട ജോസഫിനെ. ഫോർത്ത് സ്പോട്ട് ബെത്ലഹേമിൽ, ഏറെക്കുറെ BC 1300. നവോമി അമ്മാമയ്ക്കും റൂത്തിനും ബോവാസിനും ദൈവം ഗിഫ്റ്റായി കൊടുത്തത് അവന്റെ വിശ്വസ്ത കാര്യസ്ഥനായ ഓബദിനെ. ഫിഫ്ത് സ്പോട്ട് സോറായിലാണ് സംഭവം. ഏറെക്കുറെ BC 1200. ന്യായാധിപന്മാർ 13 അധ്യായം 3 വാക്യം. മനോവയ്ക്കും ഭാര്യയ്ക്കും മക്കളില്ലായിരുന്നു. പക്ഷെ ദൈവം ഗിഫ്റ്റ് കൊടുത്തത് ടോളർ, സ്ട്രോങ്ങർ, ഷാർപ്പർ ആയ സാംസണെ. സിക്സ്ത് സ്പോട്ട് റാമയിൽ, ഏറെക്കുറെ BC 1000s. 1 സാമുവേൽ 1 അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഹന്നാമ്മ സോ സാഡ് ആണേ. മക്കളില്ലാത്തത് കൊണ്ടുള്ള കളിയാക്കലുകളായിരുന്നു, പെയിൻഫുൾ. പക്ഷെ ദൈവം ഗിഫ്റ്റായി കൊടുത്തത് പ്രവാചകനും ന്യായാധിപനുമായ സാമുവേലിനെ. സെവൻത് സ്പോട്ട് ഷൂനേമിൽ, ഏറെക്കുറെ BC 800. 2 രാജാക്കന്മാർ 4 അധ്യായം 14 വാക്യം. ഷൂനേംകാരിക്കും ഗിഫ്റ്റായി കുഞ്ഞാവ. എയ്ത്ത് സ്പോട്ട് ഐൻ കരേമിൽ, ഏറെക്കുറെ BC 40. സക്കറിയായിക്കും എലിസബത്തിനും ദൈവം ഗിഫ്റ്റായി കൊടുക്കുന്നത് ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന ഏറെക്കുറെ കലിപ്പനായ യോഹന്നാനെ. അതുകൊണ്ട് ഈ 2025 ഇനി അങ്ങോട്ടും ദൈവം ഗിഫ്റ്റായി കുഞ്ഞാവയില്ലാതെ വിഷമിക്കുന്നവർക്ക് കാത്തിരിക്കാനായി ക്ഷമയും പ്രാർത്ഥിക്കുവാനുള്ള മനസ്സും പരസ്പരം ആശ്വസിപ്പിക്കാനുമുള്ള കൃപയും കൊടുക്കുവാൻ പ്രാർത്ഥിച്ചാലോ കൂട്ടുകാരെ? പപ്പയ്ക്കും മമ്മിക്കും ഒരു ഉമ്മ കൊടുത്ത് വചനം പഠിച്ചൊരു ഇന്റർവെൽ എടുത്താലോ? ദൈവത്തിന് ഒന്നും